നിലവിൽ എല്ലാ വ്യവസ്ഥ എഴുതി, അതുകൊണ്ട് കൂടുതൽ സംവാദത്തിനില്ല. ഞാൻ മധ്യസ്ഥന നിലക്ക് എനിക്കൊരു സംശയമുണ്ട് രണ്ട് ഭാഗത്തൂടെ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇതിൽ സഹിയായ ഹദീസ് മാത്രമേ തെളിവിന് പറ്റൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബിദ്അത്താണ്. ഞാൻ പറയട്ടെ, കാരണം എല്ലാ ഇസ്ലാമിക വിഷയത്തിലും പണ്ഡിതന്മാരും പൂർവികന്മാരും സഹിയായ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്, ഹസനായ ഹദീസും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹീഹ് എന്ന് മാത്രം നമ്മൾ എഴുതുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്. തെളിവിന് പറ്റുന്ന ഹദീസ് എന്ന് മാത്രം എഴുതണം. തെളിവിന് സ്വീകാര്യമായ ഹദീസുകൾ കൊണ്ട് ഇത് സ്ഥിരപ്പെടുത്തണം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ പണ്ഡിതന്മാർ തെളിവിന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസ് ഏതാണോ ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തണം എന്ന് എഴുതണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി മറ്റേ മധ്യസ്ഥന് പറയാം. ഞങ്ങൾ ഇവിടെ 4 തെളിവുകളാണ് ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, സഹിഹ ഹദീസ്, പിന്നെ ഖിയാസ്, ഇജ്മാ. സഹിഹ ഹദീസ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഖിയാസ്, ഇജ്മാ കൊണ്ട് തെളിയിച്ചോ, നമുക്ക് വിരോധമില്ല. എന്തിനാണ് നാലെണ്ണം എഴുതിയത്? പിന്നെ നിങ്ങൾ അഞ്ചാമത്തെ നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് 4 പ്രമാണങ്ങൾ ഞങ്ങൾ വിട്ടുവീഴ്ച അംഗീകരിച്ചത്. പരിശുദ്ധ ഖുർആൻ, സഹിഹ ഹദീസ്, ഇജ്മാ, ഖിയാസ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് നബിദിനാഹ ഇസ്ലാമികമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലേ? ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിച്ചോളൂ. അതും കൊണ്ട് കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും തെളിയിച്ചോളൂ. ഞങ്ങൾ തയ്യാറാണ്. സംഭവത്തിൽ അന്ന് നമുക്ക് കാണാം. അതായത് ഇവിടെ എഴുതാൻ അത് മതി, പക്ഷെ നമ്മൾ ഒരു പുതിയ ബിദ്അത്ത് കൊണ്ടുവരികയാണ്. അത് നമ്മൾ രേഖയാക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഇസ്ലാമിലെ ഒരു കാര്യം ഇസ്ലാമികമെന്നോ അനിസ്ലാമികമെന്നോ സ്ഥാപിക്കാൻ സഹിയായ ഹദീസ്